ഹലോ, ഇന്ന് നമ്മൾ പെരുന്നാൾ പ്രമാണിച്ച് ഷോപ്പിങ്ങിന് വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ തൃപ്രയാർക്ക് പോവാണ് നമ്മൾ. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അല്ലറ ചില്ലറ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ രാവിലെ ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ പോയിട്ടു. 8:30ക്ക് ഇവിടെ നിന്ന് ബസ്സുണ്ട്. അപ്പോൾ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ നടക്കണത്, 8:30 ബസ്സിന് പോകാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേഗം പോരാലോ എന്ന് വെച്ചിട്ടാണ്. കാരണം അധികം സമയം കൂടുന്തോറും വെയിൽ കൂടുമല്ലേ, വെയിലും പിന്നെ അതേപോലെ തന്നെ നോമ്പും കൂടി ആയ കാരണം പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാമല്ലോ എന്ന് വെച്ചിട്ടാണ് 8:30 ബസ്സിന് പോയത്. പക്ഷെ സത്യം പറയാമല്ലോ, 8:30ക്ക് പോയിട്ടും വെയിലിന് മാത്രം ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര വെയിൽ തന്നെയായിരുന്നു. വെയിലിനൊരു കുറവുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ബസ്സിറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് നടന്നു കേട്ടോ. ഞാനും ഉമ്മയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ കുറച്ചിങ്ങനെ നടന്നതിന് ശേഷം അവിടെ അടുത്തൊരു കടയുണ്ട്, ഒരു ശുദ്ധമായ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു കടയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് വെളിച്ചെണ്ണ വാങ്ങാറുള്ളത്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് പച്ചക്കറിക്കടയൊക്കെയാണ് കേട്ടോ. പച്ചക്കറിക്കട നമ്മുടെ വൈമോളിന് ഓപ്പോസിറ്റ് നമ്മുടെ തൃപ്രയാർ സെൻറ്ററിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ ആ പച്ചക്കറിക്കടയിൽ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങാറുള്ളത്. അപ്പോൾ പച്ചക്കറിയും വാങ്ങി പിന്നെ കുറച്ച് പലചരക്ക് അതിൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ പലചരക്ക് ഉണ്ട്, അതും വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വൈമോളിക്ക് പോയി. വൈമോളിൽ പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു ആശ്വാസമായത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ ചൂടിനൊരു ആശ്വാസമായി. പിന്നെ അത് മാത്രമല്ല, ഇന്ന് എന്തൊക്കെയാണ് തിങ്കളാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വൈമാളിൽ കേട്ടോ. വലിയ തിരക്കെന്നല്ല, ഒട്ടും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലത്തെ വൈമാളിലത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇന്ന് തീരെ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വൈമാളിൽ പോയി കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അവിടെ നിന്ന് പെരുന്നാളിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് സ്റ്റുഡിയോയിലേക്കാണ്. സ്റ്റുഡിയോയിൽ ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. സ്റ്റുഡിയോയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞാൻ 2-3 കാഷ്വലായിട്ട് നമുക്ക് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ട്രയൽ റൂമിൽ കയറി കുറച്ച് ഷോ ഒക്കെ കാണിച്ച് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടോ. വൈമാളിയിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ കൊണ്ടിറങ്ങി. ഞാൻ പിന്നെ ആ ട്രോളിയും പിടിച്ച് വൈമാളിൽ കുറച്ച് നേരം നിന്നു. കാരണം ഉമ്മ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പോസ്റ്റ് അടിച്ച് നിന്ന്. പിന്നെ ഉമ്മ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയും വിളിച്ച് വന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായത് കേട്ടോ. കാരണം എന്തൊരു വെയിലും പിന്നെ നോമ്പും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ക്ഷീണമായി. അപ്പോൾ പോന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആശ്വാസമായി കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുത്തതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. എല്ലാം കൂടെ ഇപ്പോൾ ഈ ഷോർട്ട് വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷൻ ഇതിപ്പോൾ ഒരു ഹാഫ് ഡേ ആണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.